എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നറിയാമോ? വ്യക്തികൾക്കും കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് രഹസ്യമായി സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ചതാണ് ഇലക്ട്രൽ ബോണ്ട്. 2017 കേന്ദ്ര ബജറ്റ് അവതരണ വേളയിൽ മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. ഇതിനായി കമ്പനി നിയമം, RBI നിയമം, ജനപ്രാതിനിധ്യ നിയമം, നികുതി നിയമം തുടങ്ങിയവ ഭേദഗതി ചെയ്തു. തൊട്ടു മുൻപത്തെ ലോക്സഭാ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിൽ 1% കുറയാത്ത വോട്ട് നേടിയ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വീകരിക്കാം. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി തുടങ്ങിയ തുകകൾക്കുള്ള ബോണ്ടുകളാണ് ഇറക്കിയത്. സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. സംഭാവന എന്ന കാറ്റഗറിയിൽ വരുന്നതിനാൽ വാങ്ങുന്നവർക്ക് 100% നികുതി ഇളവും ലഭിക്കും. ദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന ബോണ്ടുകൾ 15 ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ കക്ഷികൾ പണമാക്കി മാറ്റണം. 2024 ഫെബ്രുവരി 15 വരെയും 22,217 ഇലക്ട്രൽ ബോണ്ടുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇത്രയും ബോണ്ടുകളിലൂടെ ലഭിച്ചിരിക്കുന്നത് 12,769 കോടി രൂപയാണ്. അതിൽ 48% 6,060 കോടി രൂപ ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ്. 1,609 കോടി രൂപയാണ് അവർക്ക് ലഭിച്ചത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് 1,421 കോടി രൂപയാണ് ലഭിച്ചത്. സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ പണം സംഭാവനയായി നൽകിയത്. സ്പേസ് ജെറ്റ്, ഇൻഡിഗോ, പിരാമൽ എന്റർപ്രൈസസ്, അപ്പോളോ ടയേഴ്സ്, ജിൻഡൽ ഗ്രൂപ്പ്, സിപ്ല തുടങ്ങിയവരൊക്കെ സംഭാവന നൽകിയവരിൽ പ്രധാനികളാണ്. സർക്കാർ EDA ഉപയോഗിച്ച് കമ്പനികളെ ബോണ്ട് വാങ്ങാൻ നിർബന്ധിതമാക്കിയെന്നും വൻകിട കമ്പനികൾ കടലാസ് കമ്പനികളുടെ മറവിൽ സംഭാവന നൽകിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ബോണ്ടുകളിലൂടെ സംഭാവന നൽകുന്നവരുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഒഴിവാക്കുവാനും സംഭാവനകൾ സുതാര്യമാക്കുവാനുമാണ് തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. അധികാരത്തിലിരിക്കുന്ന BJPക്ക് സാമ്പത്തിക സമാഹരണത്തിനുള്ള കുറുക്കുവഴിയാണ് ഈ ബോണ്ട് എന്ന് പ്രതിപക്ഷം വിമർശിച്ചു. വൈകാതെ പദ്ധതിയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം, കോമൺ കോസ്, CPIM തുടങ്ങിയവർ കോടതിയെ സമീപിച്ചു. ലഭിക്കുന്ന സംഭാവനകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിശദാംശങ്ങൾ ജനങ്ങൾ അറിയണമെന്നും ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് സുപ്രീം കോടതി വിധിച്ചു. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ മൗലിക അവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കോടതി കടുപ്പിച്ചതിനെ തുടർന്ന് SBI സംഭാവന നൽകിയവരുടെയും സ്വീകരിച്ചവരുടെയും വിവരങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ ആർക്കാണ് എത്രയാണ് സംഭാവന നൽകിയത് എന്ന വിവരം കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം.